മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 9/7/1970 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരമാണ് നക്ഷത്രം, പൂരം 4-ാം പാദം. തുലാലഗ്നം, ലഗ്നത്തിൽ വ്യാഴം. 2, 3, 4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ രാഹു. 6 ശൂന്യം. 7-ൽ നീചസ്ഥനായി ശനി. 8 ശൂന്യം. 9-ൽ സൂര്യൻ ബുധൻ. 10-ൽ നീചസ്ഥനായി കുജൻ. 11-ൽ ചന്ദ്രൻ, ശുക്രൻ, ഗുളികൻ, കേതു. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലി സംബന്ധമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതായത് 10-ലെ കുജൻ നീചസ്ഥനായി നിൽക്കുന്നു. നീചഭംഗ രാജയോഗം ഉണ്ട് എന്നിരുന്നാൽ തന്നെയും 11-ൽ ചന്ദ്രൻ, ഗുളികൻ, ശുക്രൻ, കേതു നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടിയും ചെയ്യുന്നു. അപ്പോൾ ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് കുജനിലേക്ക് ഗുളികന് ദൃഷ്ടി വരുന്നുണ്ട്. നീചസ്ഥനായി കുജൻ നിൽക്കുന്നു, അവിടേക്ക് ഗുളികൻ്റെ, ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒരു അല്പസ്വല്പം തൊഴിൽ സംബന്ധമായിട്ടൊക്കെ കരുതലോടെ തന്നെ കാണണം. എടുത്തുചാട്ടങ്ങൾ, പ്രത്യേകിച്ച് 10-ലൊക്കെ കുജൻ വന്നു കഴിഞ്ഞാൽ എടുത്തു ചാടാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത മനസ്സിൽ തോന്നാം. പക്ഷേ അങ്ങനെ എടുത്തു ചാടുന്നത് ബുദ്ധിയാണോ എന്ന് നല്ലവണ്ണം ആലോചിച്ച ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവൂ. അതല്ല എങ്കിൽ നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, നിരാശ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും മനസ്സിൻ്റെ കാരകനായ, മാതൃകാരകനായ ചന്ദ്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നു. ആ ഗുളികനാണ് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് ബുദ്ധിമുട്ടാനുള്ള, വിഷമിക്കാനുള്ള, അലോസരപ്പെടുത്താനുള്ള, നിരാശ വരുന്നതിനുള്ള ഒരു സാധ്യതയെ അവിടെ ചിന്തിച്ചേ തീരൂ. ഈ വ്യക്തിക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏർപ്പാടുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു, അത് നഷ്ടത്തിൽ വന്നിട്ടുണ്ട്. അതുവഴി സാമ്പത്തികമായും അല്ലെങ്കിൽ മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനില തന്നെയാണത്, പ്രത്യേകിച്ചും 10-ാം ഭാവവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ 10-ലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല സ്വന്തം കാരണങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ മൂലമോ അവിടെ നിന്ന് മാറി മറ്റൊരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ അവിടെ ഉണ്ട്. കുജൻ ഇവിടെ വർഗോത്തമമാണ്. വ്യാഴവും ലഗ്നത്തിൽ വ്യാഴമാണ് വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ 2 ഗ്രഹങ്ങൾ വർഗോത്തമം ചെയ്ത് നിൽക്കുകയും 2 ഗ്രഹങ്ങൾ നീചസ്ഥനായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 4-ാം ഭാവത്തിൻ്റെയും 5-ാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള ഗ്രഹം ശനി, ശക്തനായ ശനി നീചസ്ഥനായാണ് നിൽക്കുന്നത്. അപ്പോൾ 7-ൽ ശനി എന്ന് പറയേണ്ടി വരും. വിവാഹസ്ഥാനത്ത് നീചസ്ഥനായി ശനി നിന്ന് കഴിഞ്ഞാൽ പല ആളുകൾക്കും വളരെ മോശമായ രീതിയിലുള്ള വിവാഹബന്ധങ്ങൾ ഉണ്ടായി കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്നും ഒരു സ്വസ്ഥതയില്ലാത്ത വിവാഹ ജീവിതം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 1, 2, 3, 4, 5. 5-ലേക്കും 7-ലേക്കും 9-ലേക്കും ലഗ്നത്തിൽ നിന്നുകൊണ്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ നീചഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങളെ കുറയ്ക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തുകയും ചെയ്യും. ഞാൻ അറിയാൻ കഴിഞ്ഞത് വിവാഹബന്ധം തൃപ്തികരമായി തന്നെയാണ് പോകുന്നത്, മറ്റ് തെറ്റുകുറ്റങ്ങളൊന്നുമില്ല. അതിനൊറ്റ കാരണം എന്ന് പറയുന്നത് ലഗ്നത്തിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി തന്നെയാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടുന്ന. ഇതുകൊണ്ടാണ് വ്യാഴത്തിന് കൊടുക്കുന്നൊരു പ്രാധാന്യം. ലക്ഷം ദോഷോ ഗുരുഹന്തി എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ നല്ല പൊസിഷൻസിലേക്ക് വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ പോലും പോസിറ്റീവാക്കി മാറ്റാൻ വ്യാഴത്തിൻ്റെ ഉഗ്രശേഷി കൊണ്ട് സാധിക്കും. പക്ഷേ ബിസിനസ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും അതിനിയാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കരുതലോടെയും ജാഗ്രതയോടെയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ ഗുളികനോടൊപ്പം കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റാണ് നിൽക്കുന്നത്. അതും ഒരു പ്രധാന കാര്യം തന്നെയാണ്, എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഏതു തന്നെയാണെങ്കിലും അതിന് ഗുളിക ബന്ധം വരുന്നത്, പ്രത്യേകിച്ചും കേതുവിനോടൊപ്പം നിൽക്കുന്നു, രാഹുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏറ്റ് നിൽക്കുന്നു എന്ന് പറയുന്നത് ആ വ്യക്തി ഓരോ കാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ചും മുൻകരുതലുകൾ എടുത്ത് തന്നെ ആലോചിച്ച് സമയമെടുത്ത് തീരുമാനങ്ങൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഇദ്ദേഹത്തിന് അനുകൂലമല്ല, പ്രതികൂലമാണ് എന്നത് തീർച്ചയായും തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടാണ് ശനി നീചസ്ഥനായി നിൽക്കുന്നത്. അപ്പോൾ മനസ്സ് ഏതെങ്കിലും രീതിയിലൊക്കെ 5-ൽ രാഹുവുമാണ്, ഏതെങ്കിലും രീതിയിലൊക്കെ ആദ്യം ഒരു ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഒരു ധൈര്യക്കുറവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ടതിനെ മാറ്റി പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് ചിന്തിച്ചാൽ മനസ്സിനെ എത്തിക്കാനും ഇതേ വ്യക്തിക്ക് തന്നെ സാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും 2013 തൊട്ട് 2029 വരെ ഗുരുദശയായിരുന്നു. ഗുരുദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് 13 തൊട്ട് 29 വരെ. അതിൽ തന്നെ ഗുരുവിൽ ചന്ദ്രൻ 27/9/2024 തൊട്ട് 27/1/2026 വരെ ഗുരുദശയിൽ ചന്ദ്രൻ്റെ അപഹാരം. ഗുരു ലഗ്നത്തിൽ നിൽക്കുന്നു, നല്ലത് തന്നെയാണ്. പക്ഷേ ചന്ദ്രൻ 11-ൽ ലാഭസ്ഥാനത്ത് ഗുളികനോടൊപ്പം കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയായിട്ട് നിൽക്കുന്ന ചന്ദ്രനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും ലാഭസംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ലഗ്നാധിപൻ കൂടെ ഗുളികൻ്റെ അധീനതയിൽ വരുന്നത് കൊണ്ട് ലാഭസംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പ്രത്യേകം കരുതലെടുത്ത് തന്നെ മുന്നോട്ട് പോകണം എന്ന സാരം. അതല്ല എങ്കിൽ ലാഭമായി ചെയ്യുന്ന പല കാര്യങ്ങളും 11-ലെ ഗുളികൻ നല്ലത് തന്നെയാണ്, 6-ലും 11-ലും ഗുളികൻ വളരെ നല്ലതാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടികൾ പ്രത്യേകിച്ചും ചെലവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. ഒരല്പം പിശുക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത്തരം ആളുകൾക്ക് പൊതുവേ ഈ പറയുന്ന ചെലവുകൾ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ കൈ വിട്ടു പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ കൂടി എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് ശുക്രദശയിലായിരുന്നു ജനനം. അതായത് 72 വരെ ശുക്രൻ, ശേഷം സൂര്യൻ 6 കൊല്ലം, 78 വരെ, ശേഷം ചന്ദ്രൻ 88 വരെ, അതിനുശേഷം ചൊവ്വ 95 വരെ, അതിനുശേഷമാണ് രാഹു 2013 വരെ, അതിനുശേഷം വ്യാഴദശ 2029 വരെ, അതിനുശേഷമാണ് ശനി 2048 വരെ. ശനിദശയൊക്കെ വരുന്ന സമയത്ത് സ്വാപഹാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നീചസ്ഥനാണ് ശനി, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും അപ്പോൾ അത്തരം സന്ദർഭങ്ങളും പ്രത്യേകിച്ചും രാഹുവിൻ്റെ അപഹാരം, കേതുവിൻ്റെ അപഹാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ, അതിൽ തന്നെ കേതുവിൻ്റെ അപഹാരം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക. ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരി തന്നെയാണെന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോകുക. ഇതിന് കൃത്യമായ പരിഹാരങ്ങളുണ്ട്. ലഗ്നാധിപനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ലഗ്നം വെച്ചിട്ടും കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് പോകുക വഴി ലഗ്നാധിപനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ്സിനെ ഒരു പരിധിയിൽ കൂടുതൽ കൃത്യമായി തന്നെ കുറയ്ക്കാൻ സാധിക്കും. അതിനനുസരിച്ച് ഈ വ്യക്തിക്ക് ആനുകൂല്യങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഈ ചന്ദ്രൻ്റെ അപഹാരം, അതുപോലെ തന്നെ ശേഷം വരുന്ന കുജൻ്റെ അപഹാരം. നീചസ്ഥനാണ് കുജൻ, ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ലാസ്റ്റ് അപഹാരമായിട്ടുള്ള രാഹുവിൻ്റെ അപഹാരവും വരുന്ന സമയത്ത് ഈ 3 അപഹാരങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക. പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൃത്യമായി ചെയ്തു തന്നെ പോകാനും ശ്രമിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.